Hello students, welcome to my channel Chemistry Notes by Tribe. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് CBC 9th സ്റ്റാൻഡേർഡിലെ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ഫസ്റ്റ് ചാപ്റ്റർ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൽ പാർട്ട് 2 പോർഷനാണ്. ഇത് കെമിസ്ട്രി പോർഷനാണ്. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ആയിട്ട് പഠിച്ചത് മാറ്റർ എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. ഈ രണ്ട് കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ്. മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഏകദേശം നമ്മൾ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. സോ 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ച ആ 2 ആക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ ഒന്ന് വേണം. ആക്ടിവിറ്റി 1ഉം 2ൽ നിന്നാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്. ആക്ടിവിറ്റി 1 and 2ൽ നിന്ന്. അപ്പോൾ എന്താണ് നമ്മൾ ആക്ടിവിറ്റി 1 and 2ൽ പഠിച്ചതെന്നുള്ളത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അതായത് particles of one type of matter get into the spaces between particles of the other. അതായത് ഇത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഈ ബ്ലൂവിൽ കാണിക്കുന്നത് ഞാൻ വാട്ടറിൽ സോൾട്ട് ആഡ് ചെയ്തതാണ് ആക്ടിവിറ്റി 1ൽ പറഞ്ഞത്. അപ്പോൾ ഈ ബ്ലൂവിൽ കാണിക്കുന്നത് വാട്ടറും ഈ ഗ്രീനിൽ കാണിക്കുന്നത് സോൾട്ടാണ്. അപ്പോൾ ഈ വാട്ടർ പാർട്ടിക്കിൾസ് അവിടെ കിടപ്പുണ്ട്. അതിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. ആ ഇടയ്ക്കുള്ള സ്പേസിലാണ് സോൾട്ട് പാർട്ടിക്കിൾസ് കയറിയിരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ ആക്ടിവിറ്റി 1ൽ പറഞ്ഞത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ലെവല് കൂടാത്ത വാട്ടർ ലെവല് കൂടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വാട്ടർ പാർട്ടിക്കിൾസിനിടയ്ക്ക് സോൾട്ട് പാർട്ടിക്കിൾസ് കയറിയിരിപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എന്താണ് സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ളത് കൊണ്ടാണ് സോൾട്ട് പാർട്ടിക്കിൾസിന് അതിനിടയ്ക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് പാർട്ടിക്കിൾസ് ഓഫ് വൺ ടൈപ്പ് ഓഫ് മാറ്റർ ഗെറ്റ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് ദ അതർ. അതായത് ഒരേ ടൈപ്പിലുള്ള മാറ്റർ പാർട്ടിക്കിൾസിനിടയ്ക്ക് വേറൊരു മാറ്റർ കയറിയിരിപ്പുണ്ട്. സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു മാറ്ററിലെ പാർട്ടിക്കിൾസ് അതിനിടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാം. അപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ കലക്കി അതിനിടയ്ക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര ആ വെള്ളത്തിൽ കാണുന്നില്ല. എന്ത് പറ്റി? പഞ്ചസാര ആ വെള്ളത്തിനകത്ത് കയറി. ആ വാട്ടർ പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള സ്പേസിൽ ഷുഗർ പാർട്ടിക്കിൾസ് കയറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഷുഗർ അവിടെ ഡിസപ്പിയർ ആകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ചായ ഇടുന്നു, ചൂടോടെ ചായ ഇട്ടില്ല, അതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും പഞ്ചസാര കുറച്ച് കഴിയുമ്പോൾ ഡിസപ്പിയർ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ചായയുള്ള പാർട്ടിക്കിൾസിനിടയ്ക്ക്, അതായത് അവിടുത്തെ വാട്ടർ പാർട്ടിക്കിൾസിനിടയ്ക്ക് ഈ ഷുഗർ കയറുന്നുണ്ട്. നമുക്കിപ്പോൾ സോൾട്ട് ഇട്ടാലും അതുപോലെ തന്നെ സോൾട്ട് ആ പാർട്ടിക്കിൾസിനിടയ്ക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് മനസ്സിലായി. അതായത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. Particles of matter have space between them. മാറ്ററിനിടയ്ക്ക് ആ പാർട്ടിക്കിൾസിനിടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം ആണ്. അപ്പോൾ ഇത് മനസ്സിലായാലും ഇത് ആ ആക്ടിവിറ്റി 1 and 2ൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ വരുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് കടക്കാം. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് കടക്കണമെങ്കിൽ നമ്മളവിടെ 3 ആക്ടിവിറ്റി പഠിക്കണം, ആക്ടിവിറ്റി മനസ്സിലാക്കണം. അതിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് കടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 3 ആണ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റി വെച്ചിട്ട് പോവുകയാണ്. നമ്മൾ ഇതുവരെ 2 ആക്ടിവിറ്റി പഠിച്ചു. ഇനി അടുത്ത ആക്ടിവിറ്റി 3.
അപ്പോൾ എന്താണ് ആക്ടിവിറ്റി 3 എന്നുള്ളത്? അതായത് അതൊന്നുമില്ല, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ വരികയാണ്, ക്ലാസ്സിൻ്റെ കോർണറിൽ, അതായത് ക്ലാസ്സിൻ്റെ ഒരു കോർണറിൽ നമ്മൾ അഗർബത്തി സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അഗർബത്തി സ്റ്റിക്ക് എടുത്തിട്ട് വന്നിട്ട് നമ്മളത് ജസ്റ്റ് അത് അടുത്തിരിക്കുന്ന ആ കോർണറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ അഗർബത്തി സ്റ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടി മാത്രം സ്മെല്ല് ചെയ്യും. അതിൻ്റെ സ്മെല്ല് ആ കുട്ടിക്ക് മാത്രം കിട്ടും. അത് സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ ആ സ്മെല്ല് കിട്ടും, വേറെ ആ ക്ലാസ്സിലുള്ള ആർക്കും ആ സ്മെല്ല് കിട്ടില്ല. പക്ഷെ നമ്മൾ ആ അഗർബത്തി സ്റ്റിക്ക് ഒന്ന് ലൈറ്റ് ചെയ്ത് ഒന്ന് കത്തിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്മെല്ല് ആ റൂമിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, അതായത് ഏറ്റവും ഫ്രണ്ട് വരെ, ഒരു കോർണറിൽ നിന്ന് വേറൊരു കോർണറിലേക്ക് വരെ ആ സ്മെല്ല്, അവിടെ ഇരിക്കുന്നവർക്ക് വരെ ആ സ്മെല്ല് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ആ സ്മെല്ല് നമുക്ക് എവിടെയാണെങ്കിലും എന്താ ഒരു കോർണറിൽ ഒരു അഗർബത്തി അതല്ലാതെ തന്നെ നമ്മൾ സ്പ്രേ സെൻറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ദൂരെ ഇരുന്നാൽ പോലും ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാനത് എന്താണ് കാര്യം എന്നുള്ളത് പറയുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 4. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ അഗർബത്തി സ്റ്റിക്ക് വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇനി ആക്ടിവിറ്റി 4, ഇത് ഞാൻ എഴുതിയിടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അഗർബത്തി സ്റ്റിക്ക് വെച്ച് ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത്, അതായത് ഇവിടെ 2 ബീക്കർ എടുക്കുക. ഇവിടെ 2 ബീക്കറിൽ നമ്മൾ വാട്ടർ എടുക്കുകയാണ്. 2 ബീക്കറിലും വാട്ടർ എടുക്കുകയാണ്. രണ്ട് ബീക്കറുണ്ട്. ഈ 2 ബീക്കറിലും നമ്മളിവിടെ വാട്ടർ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ബീക്കറിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഇങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ക്, ഒരു ബ്ലൂ ഇങ്ക് ആണെന്ന് വിചാരിച്ചോളൂ, ബ്ലൂ ഇങ്ക്. വേറൊരു ബീക്കറിലോട്ട് നമ്മൾ ഹണി ആഡ് ചെയ്യാണ്. ഹണി. ഇനി ഇതെന്ത് സംഭവിക്കും? ഇത് എങ്ങനെ, എത്ര സമയം എടുക്കുമായിരിക്കും ഈ വെള്ളത്തിൽ ഫുള്ളായിട്ട് ഇങ്ക് ഡിസോൾവ് ചെയ്യാൻ, അതായത് അല്ലെങ്കിൽ ഹണി ഡിസോൾവ് ചെയ്യാൻ? നമുക്ക് നോർമലി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഇങ്ക് ആയിരിക്കും പെട്ടെന്ന് ഡിസോൾവ് ആവുന്നത്. ഈ വെള്ളത്തിൽ ഫുള്ള് നമ്മൾ ഒരു ഡ്രോപ്പ് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമ്മൾ പോർ ചെയ്യുകയാണെങ്കിൽ പോലും അത് എല്ലാ ഭാഗത്തും ആ വെള്ളം ഫുള്ള് ബ്ലൂ കളറായിട്ട് മാറും. ഹണിയാണെങ്കിൽ എന്താണ്, ആ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പക്ഷെ ഇങ്ക് പോലെ അത്ര പെട്ടെന്ന് ഡിസോൾവ് ആവില്ല ഹണി. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഡിസോൾവ് ആയി പോയി വെള്ളത്തിലോട്ട്. ഇനി നമ്മൾ തേർഡ് ആക്ടിവിറ്റിയിലോട്ട് കടക്കുകയാണ്, അല്ല 4th. ഇനി 5th ആക്ടിവിറ്റി. ഞാൻ ടോട്ടലി ചാപ്റ്റർ വൈസ് ആണ് ആക്ടിവിറ്റി, പക്ഷെ ഇതിൽ നമ്മൾ 3 ആക്ടിവിറ്റി വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇനി ഇത് ആക്ടിവിറ്റി 5 ആണ്. ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത്, ഇവിടെയും നമ്മൾ 2 ബീക്കറിൽ വാട്ടർ എടുക്കുകയാണ്. ബീക്കറിൽ വാട്ടർ എടുത്തു. എന്നിട്ട് വാട്ടർ എടുത്തു. പക്ഷേ ഒരു ബീക്കറിൽ ഹോട്ട് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്, ഒരു ബീക്കറിൽ കോൾഡ് വാട്ടർ. ഇനി ഇതിലോട്ട് എന്ത് ആഡ് ചെയ്തു? കോപ്പർ സൾഫേറ്റ്, CuSO4 ക്രിസ്റ്റൽസ്, അത് ആഡ് ചെയ്തു. ഇവിടെയും കോപ്പർ സൾഫേറ്റ് തന്നെ ആഡ് ചെയ്തു. ഇത് രണ്ടുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 2 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ നോർമലി നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം, ഹോട്ട് വാട്ടറിലുള്ള നമ്മളത് ഡിസോൾവ് ഒന്നും ചെയ്യേണ്ട, സ്റ്റിർ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 1 or 2 ക്രിസ്റ്റൽസ് ആഡ് ചെയ്താൽ മതി. ഹോട്ട് വാട്ടറിലായിരിക്കും പെട്ടെന്ന് കളർ, ആ ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റിൻ്റെ കളറ്, പെട്ടെന്ന് ആ ഹോട്ട് വാട്ടർ ബ്ലൂ കളറായി മാറും. കോൾഡ് വാട്ടർ കുറച്ച് ആവും, പക്ഷെ കുറച്ച് കഴിയും ആവാനായിട്ട്. അപ്പോൾ ഹോട്ട് വാട്ടറിലായിരിക്കും പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസും നമ്മൾ മനസ്സിലാക്കി. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അഗർബത്തി സ്റ്റിക്ക് കത്തിക്കുക, അവിടെ എല്ലാം സ്മെല്ലാവുന്നത് നോക്കിയപ്പോൾ ഒരു കോർണറിൽ കത്തിച്ചാൽ തന്നെ ബാക്കി ആ ഫുൾ ക്ലാസ് റൂം അഗർബത്തിയുടെ സ്മെല്ല് വരുന്നുണ്ട്. ആക്ടിവിറ്റി 4ൽ പറഞ്ഞത് 2 ബീക്കറിൽ വാട്ടർ എടുത്തു, ഒന്നിൽ ബ്ലൂ ഇങ്ക് ഡ്രോപ്പ് ചെയ്തു, ഒന്നിൽ ഹണി ഡ്രോപ്പ് ചെയ്തു. ആ ഡ്രോപ്പ് ചെയ്ത ഉടനെ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം മൊത്തം ഇങ്ക് ബ്ലൂ കളറായിട്ട് വരുന്നുണ്ട്. ഹണിയും കുറച്ച് പതുക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ആക്ടിവിറ്റി 5ൽ പറഞ്ഞത് കോപ്പർ സൾഫേറ്റ് ഹോട്ട് വാട്ടറിലോട്ട് കോൾഡ് വാട്ടറിലോട്ട്. ഹോട്ട് വാട്ടറിലായിരിക്കുമല്ലോ പെട്ടെന്ന് ഡിസോൾവ് ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റേറ്റ് ഓഫ് മിക്സിങ്, ടെമ്പറേച്ചർ അനുസരിച്ച് റേറ്റ് ഓഫ് മിക്സിങ്ങിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് മിക്സിങ്
കൂടും. ഇനി നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് കടക്കാം. എന്താണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. അത് നമുക്ക് ഈ 3 ആക്ടിവിറ്റി വെച്ചിട്ട് പറയാം. അതായത് ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ പഠിച്ചു? പാർട്ടിക്കിൾസ് ഓഫ്, അതായത് ആദ്യം അഗർബത്തി കത്തിച്ചതാണ്. അതായത് ഒരു സ്ഥലത്ത് കത്തിച്ച് വെച്ചതേ ഉള്ളൂ, പക്ഷെ അത് അങ്ങറ്റം വരെ സ്മെല്ല് വന്നു. എന്തുകൊണ്ടാണ്? ആ സ്ഥലത്തുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് അങ്ങ് കോർണർ വരെ എത്തി എന്നുള്ളതാണ്. ആ അഗർബത്തി കത്തിച്ച് വെച്ച സ്ഥലത്ത് നിന്നുള്ള പാർട്ടിക്കിൾസ് ആ സ്മെല്ലോടുകൂടി ആ പാർട്ടിക്കിൾസ് കോർണറിന്റെ ക്ലാസ് റൂമിന്റെ അങ്ങറ്റം വരെ ചെന്നെത്തിയെന്ന്. അപ്പൊ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? നമ്മൾ ഇങ്ക് ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ വാട്ടറിൽ ഇങ്ക് ഇട്ടപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ക് പോർ ചെയ്തിരിക്കുന്നത്, പക്ഷെ അത് ആ വാട്ടർ ഫുള്ള് ഇങ്ക് ബ്ലൂ കളറായി. അപ്പോൾ ഒരു സ്ഥലത്ത് വന്ന ഇങ്ക് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ട് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് അത് ആ വാട്ടർ ഫുള്ളും ബ്ലൂ കളർ ആക്കി എന്നുള്ളതാണ്. ഇവിടെയും കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് വന്നു. ഇനി മൂന്നാമത്തെ കേസിൽ ഹോട്ട് വാട്ടർ ആണ്. ഹോട്ട് വാട്ടറിൽ അവിടെയും മൂവ്മെന്റ് നടന്നു, പക്ഷെ അവിടെ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ സ്പീഡിന് മൂവ്മെന്റ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് മൂവ്മെന്റ് നടന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ പറയാം. അതായത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ മൂവ് ചെയ്യും, മാറ്റർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിക്കിൾസിനും എന്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിക്കിൾസിനും കൈനറ്റിക് എനർജി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിക്കിൾസിനും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുത്തു. അപ്പോൾ നമ്മുടെ മൂന്നാമത് പഠിച്ച ആക്ടിവിറ്റി, ലാസ്റ്റ് പഠിച്ച ആക്ടിവിറ്റിയിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന ഇങ്ങനെ കാണിക്കുകയാണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്തു. ഹോട്ട് വാട്ടറിലാണ് പെട്ടെന്ന് കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്തത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്തു അല്ലേ? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഫാസ്റ്റർ ആയി മൂവ്മെന്റ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ മാറ്ററിന്റെ മൂവ്മെന്റ് കുറച്ചുകൂടി കൂടി. അപ്പം അതായത് എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? കൈനറ്റിക് എനർജിയും നോർമലി കൂടും. കാര്യം മൂവ്മെന്റ് കൂടുന്നുണ്ട് അല്ലേ? മൂവ്മെന്റ് കൂടുന്നതനുസരിച്ച് മൂവ്മെന്റ് ആണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ടാകുന്ന ഏതൊരു പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ മൂവ്മെന്റ് കൂടിയപ്പോൾ കൈനറ്റിക് എനർജിയും കൂടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസിൽ നിന്നും പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഇന്റർമിക്സ് ഓൺ ദെയർ ഓൺ എന്ന് നമുക്ക് മനസ്സിലായി. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നുണ്ട്, ഇന്റർമിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒരു പാർട്ടിക്കിൾ വേറൊരു പാർട്ടിക്കിളുമായിട്ട് മിക്സ് ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്റർമിക്സിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇന്റർമിക്സിങ് എന്നുള്ള ടേം നമ്മളിവിടെ വന്നു. ഇന്റർമിക്സിങ്. അപ്പോൾ എന്താണ് ഇന്റർമിക്സിങ് എന്ന് പറഞ്ഞാൽ? ഇന്റർമിക്സിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഗെറ്റിംഗ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിനിടയ്ക്ക് സ്പേസുകളിലേക്ക് ഒരു പാർട്ടിക്കിൾ വേറൊരു പാർട്ടിക്കിളിന്റെ സ്പേസുകളിലോട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ആ വാട്ടറും സോൾട്ടും ഉള്ളതുപോലെ ഒരു പാർട്ടിക്കിളിന് ഇടയിലോട്ട് വേറെ പാർട്ടിക്കിൾസ് കയറിപ്പോകുന്നു. അതായത് സ്പേസുകളുടെ ഗെറ്റിംഗ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കയറുന്നു എന്നുള്ളതാണ് ഇന്റർമിക്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു പുതിയൊരു ടേമാണ് ഇവിടെ വരുന്നത്. എന്താണ്? പുതിയൊരു ടേമിലോട്ട് നമ്മൾ കടക്കുകയാണ്. അതാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫ്യൂഷൻ ദ ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 different types of matter on their own. The intermixing of particles of 2 different
two different types of matter on their own. The intermixing of particles of two different types of matter on their own ആണ് diffusion. Diffusion എന്ന termന് definition. The intermixing of particles of two different types of matter on their own ആണ് diffusion എന്ന് വെച്ചാൽ. അപ്പോൾ എന്ത് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ പറയുന്നുണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ ഫാസ്റ്റർ ആവുന്നു. എന്തുകൊണ്ടാണ്? ഹീറ്റ് കൊടുക്കുമ്പോൾ ഡിഫ്യൂഷൻ പെട്ടെന്ന് സംഭവിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചു ഹീറ്റ് ചെയ്യുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി അവിടെ കൂടുന്നുണ്ട് അല്ലേ? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇന്റർമോളിക്കുലർ കൈനറ്റിക് എനർജി കൂടുന്നത് വഴി ഇന്റർമോളിക്കുലർ സ്പേസ് കൂടുന്നുണ്ട്. അതായത് ഈ മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള സ്പേസ് കൂടും. ഇതിനിടയ്ക്കുള്ള സ്പേസ്, അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിനി ഇവിടെ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതെന്താ കുറച്ചുകൂടി അകലത്തിലോട്ട് മാറും. അപ്പോൾ ഈ സ്പേസ് കൂടും. ഇതാണ് ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരിക്കുന്നത്. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി മോളിക്യൂൾസ് എല്ലാം കുറച്ച് അകന്നിരിക്കും. അപ്പോൾ ഇവിടെയുള്ള സ്പേസ് കൂടുന്നുണ്ട്. അതാണ് ഇന്റർമോളിക്കുലർ സ്പേസ് കൂടും. അതുവഴി എന്ത് സംഭവിക്കും? ഈ മറ്റു മാറ്റർ പാർട്ടിക്കിൾസ്, ഡിഫ്യൂഷന് വരാനുള്ള മാറ്റർ പാർട്ടിക്കിൾസ് ഇതിനിടയ്ക്ക് പെട്ടെന്ന് കയറാൻ സാധിക്കും. ഡിഫ്യൂഷൻ എളുപ്പത്തിൽ സംഭവിക്കുന്നുണ്ട്. ക്യാൻ ഡിഫ്യൂസ് മോർ ഈസിലി ഇൻ അനദർ മാറ്റർ. അതായത് എന്താ സംഭവം? അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് പറയാം, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ ഫാസ്റ്റർ ആവുന്നുള്ളത്. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നോർമലി കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്റർമോളിക്കുലർ സ്പേസ് കൂടുന്നുണ്ട്. അതായത് ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ കുറച്ചുകൂടി അകന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്റർമോളിക്കുലർ സ്പേസ് കൂടുന്നു. സ്പേസ് ആണല്ലോ നമുക്ക് ആവശ്യം. സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മറ്റു മാറ്ററിന് ഇതിനിടയിൽ കയറാൻ പറ്റൂ. അപ്പോൾ സ്പേസ് ഇതിനിടയിൽ കിട്ടുന്നുണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിഫ്യൂഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഹീറ്റിങ്ങിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്. അതിൽ നിന്നാണ്, ആ ക്യാരക്ടറിസ്റ്റിക്കിൽ നിന്നാണ് ഡിഫ്യൂഷൻ എന്നുള്ള ഒരു ടേം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ എന്താണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? നമ്മൾ പഠിച്ച ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നുള്ളതാണ്. അതിലാണ് ഡിഫ്യൂഷൻ ടേം വന്നിരിക്കുന്നത്. അതെന്താണ്? ദ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ ദെയർ ഓൺ. അതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതും ഒരു ആക്ടിവിറ്റി. ഞാനിപ്പോൾ അതിന് ആക്ടിവിറ്റി 7 ആണ് ഇനി അടുത്ത പഠിക്കുന്നത്. ആക്ടിവിറ്റി ചാപ്റ്ററിൽ തന്നെ ആക്ടിവിറ്റി 7 നമ്മൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നമ്മൾ ആക്ടിവിറ്റി 5 വരെ പഠിച്ചു, പിന്നെ എങ്ങനെ 7 വന്നു? 6 ഇടയ്ക്കില്ല. അപ്പോൾ 6 ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പായിട്ട് ഡാൻസ് പോലെ ഇങ്ങനെ നിന്നിട്ട് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കുറച്ചുകൂടി സിമ്പിളായിട്ട് മറ്റ് ആക്ടിവിറ്റീസാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ആക്ടിവിറ്റി അങ്ങ് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് നമ്മൾ 3 ഐറ്റംസ് ആണ് ഇവിടെ എടുക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു അയൺ നെയിൽ, പീസ് ഓഫ് ചോക്ക്, റബ്ബർ ബാൻഡ്. അയൺ നെയിൽ, പിന്നെ ഒരു ചോക്ക്, പീസ് ഓഫ് ചോക്ക്, റബ്ബർ ബാൻഡ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി. എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്, ട്രൈ ചെയ്യാണ് ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിലേത് ഇതിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക ബ്രേക്ക് ചെയ്യാനായിട്ട്?
തീർച്ചയായിട്ടും നമുക്ക് അയൺ നെയിലിനായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇത് റബ്ബർ ബാൻഡായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാം, ചോക്കും ബ്രേക്ക് ചെയ്യാം. പക്ഷെ അയൺ നെയിലിന് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ പോലും ബ്രേക്ക് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഗ്രേറ്റർ ഫോഴ്സ്, കൂടുതലായിട്ട് ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നത് അയൺ നെയിലാണ്. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കാര്യം പറയാം. ഇനി അടുത്ത 8th ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 8. ഇതിൽ നമ്മൾ നമ്മൾ പൈപ്പ് തുറക്കുകയാണ്, ടാപ്പ് തുറക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ സ്ട്രീമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കൈ വെച്ച് നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ ആ സ്ട്രീമിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് ആ സമയത്തേക്ക് അതൊന്ന് അങ്ങോട്ട് തന്നെ അല്ലാതെ ആ സ്ട്രീം അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ആ കൈ ഇടയിൽ കൂടെ പോകുന്നതല്ലാതെ ആ സ്ട്രീം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്ട്രീം ഓഫ് വാട്ടർ ടുഗദർ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ഈ മാറ്റർ പാർട്ടിക്കിൾസിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പരസ്പരം ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കി. ഈ ഫോഴ്സാണ് ഇവരെ ഒരുമിച്ച് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അയൺ നെയിലായിരുന്നാലും ഒരു ചോക്കായിരുന്നാലും അല്ല റബ്ബർ ബാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്ട്രീം ഓഫ് വാട്ടർ ആണെങ്കിലും അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ഫോഴ്സാണ് അവരെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്നത്. പക്ഷെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അയൺ നെയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല ചോക്കിലുള്ളത്, അതായിരിക്കില്ല റബ്ബർ ബാൻഡിലുള്ളത്, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല സ്ട്രീം ഓഫ് വാട്ടറിലുള്ളത്. വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ചില പാർട്ടിക്കിൾസ്, ചില മാറ്ററിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന ചിലത് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മാറ്ററിന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത നമ്മുടെ തേർഡ് ആക്ടിവിറ്റി, തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. Particles of matter attract each other. Third characteristics ഇതാണ്, particles of matter attract each other. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ ഓരോ മാറ്റർ പാർട്ടിക്കിൾസിനെയും ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഓരോ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിന് ഡിഫറെൻറ്റ് ഫോഴ്സാണ്, അവർ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് ഓഫ് അവർ തമ്മിൽ ഒരു പ്രത്യേക ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ബ്രേക്ക് ചെയ്യാൻ പാടായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിന്ന് പഠിച്ചതിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ആദ്യത്തേത്, ഫസ്റ്റ് വൺ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. സെക്കൻഡ് വൺ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. തേർഡ് വൺ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. പരസ്പരം അവർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടാം. അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. മാറ്റർ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ എന്തൊക്കെയാണെന്ന് പഠിച്ചെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ ഇതാണ്. അതായത് നമ്മളിന്ന് പഠിച്ച മെയിൻ ടോപ്പിക്സ് ഇതൊക്കെയാണ്. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ് നമ്മളിന്ന് പഠിച്ചത്. അതിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അതിന് നമ്മൾ എന്താണ് 2 ആക്ടിവിറ്റി വെച്ചിട്ടാണ് പഠിച്ചത്. അതായത് വാട്ടറിൽ സോൾട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലെമൺ ജ്യൂസിൽ സോൾട്ടോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് സ്പേസ് ഉള്ളത് കൊണ്ടാണ്, ഒരു മാറ്ററിന് ഇടയ്ക്ക് സ്പേസ് ഉള്ളത് കൊണ്ടാണ് മറ്റൊരു മാറ്റർ പാർട്ടിക്കിൾസ് അവിടെ കയറിയിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണെന്നുള്ളത് ആണ് പഠിച്ചത്. അതിനെന്തൊക്കെയാണ്? നമ്മൾ അഗർബത്തി കത്തിച്ചു, അതായത് ഗ്യാസ് മോളിക്യൂൾസ് ആണ് അവിടെ അഗർബത്തി കത്തിക്കുമ്പോൾ. അപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു സ്ഥലത്ത് കത്തിച്ചിട്ട് അത് വേറെ ഒരു ദൂര സ്ഥലത്ത് വരെ അതിൻ്റെ സ്മെല്ല് വന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇങ്ക് ഡ്രോപ്പ്
ചെയ്തു. ഒരു വാട്ടറിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഡ്രോപ്പ് ഇട്ടത്, പക്ഷെ ആ ഫുൾ ബീക്കർ ഇങ്ക് ബ്ലൂ കളറായി മാറി. പിന്നെ ഉള്ളത് ഹണിയും ഡ്രോപ്പ് ചെയ്തു, പക്ഷെ അത് പതുക്കെയാണ് ഹണി ഡിസോൾവ് ചെയ്തത്. പിന്നെ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ഹോട്ട് വാട്ടറിലിട്ടു, കോൾഡ് വാട്ടറിലിട്ടു. ഹോട്ട് വാട്ടറിൽ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് ഡിസോൾവ് ആയത് കോപ്പർ സൾഫേറ്റ്. അതിൽ നിന്ന് മനസ്സിലായി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താണ് ഡിഫ്യൂഷൻ കൂടും. അതായത് ഇന്റർമിക്സിങ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇന്റർമിക്സിങ് കൂടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമ്മളൊരു ടേമിലോട്ട് എത്തി. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ ദെയർ ഓൺ ആണ് ഡിഫ്യൂഷൻ. അവിടെ നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അപ്പോൾ എന്താ ഡിഫ്യൂഷൻ. അപ്പോൾ ഇന്റർമോളിക്കുലർ സ്പേസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ സ്പേസ് കൂടുന്നു. അപ്പോൾ അതുവഴി സ്പേസ് കൂടുന്ന അനുസരിച്ച് ഡിഫ്യൂഷൻ കുറച്ചുകൂടി ഈസിയായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ ആണ്. അതിന് നമ്മൾ അയൺ നെയിൽ, ചോക്ക്, റബ്ബർ ബാൻഡ് ഇത് മൂന്നും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പാടായിട്ടിരിക്കുന്നത് അയൺ നെയിലാണ്. അപ്പോൾ അവിടെ എന്താണ് അതിനർത്ഥം? അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സ്ട്രീം ഓഫ് വാട്ടറിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അവരും എപ്പോഴും ടുഗദർ ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഓരോ പാർട്ടിക്കിൾ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ് വേരീസ് വിത്ത് ഡിഫറെൻറ്റ് മാറ്റർ. പല മാറ്റർ അനുസരിച്ച് അവർ തമ്മിലുള്ള സ്ട്രെങ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ ഇന്നത്തെ ക്ലാസ് പഠിക്കുക. കുറച്ചുകൂടി അതെടുത്ത് ടെക്സ്റ്റ് എടുത്ത് വെച്ച് നല്ലതുപോലെ മനസ്സിലാക്കി വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്